ഹായ്, എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ശുഭദിനം നേരുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇത് നമുക്ക് ഒരു ചെമ്മീൻ വറുത്തരച്ചത് അഥവാ ചെമ്മീൻ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻഗ്രീഡിയൻറ്റിലേക്ക് പോകാം. അതിനാവശ്യമായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ചെമ്മീൻ, പിന്നെ പച്ചമാങ്ങ, തക്കാളി, മുരിങ്ങക്കായ, കറിവേപ്പില, ചക്കക്കുരു, പച്ചമുളക്, 2-3 കുഞ്ഞുള്ളി, പിന്നെ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കടുക്, ഉലുവ, വെളിച്ചെണ്ണ. അപ്പോൾ പെരുംജീരകം പൊടിയല്ല, മുഴുവനുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കുരുമാങ്ങ ചെമ്മീൻ കറി വെക്കാനായിട്ട് ഉള്ള എല്ലാം ക്ലീനാക്കി. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അത് വറുക്കാനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് അതിലേക്ക് ഉള്ളി, കറിവേപ്പില, പിന്നെ പെരുംജീരകം. ഇതിൻ്റെ കൂടെ പെരുംജീരകം പൊടി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം, അല്ലെങ്കിൽ തേങ്ങ ഒന്ന് മൂത്തിട്ട് വരുമ്പോൾ പൊടികളെല്ലാം നമ്മളിടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാം. തേങ്ങ ഒന്ന് മൂത്തിട്ട് വരട്ടെ. ഓഡിയോസ് നമ്മുടെ തേങ്ങയെല്ലാം അതിനാവശ്യത്തിനുള്ള മൂപ്പായി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മൂത്ത് പോകണ്ട. പിന്നെ നമുക്ക് അതിനൊക്കെ ആവശ്യമുള്ള പൊടികളിടാം. 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി പച്ചമണം പോകുന്നവരെ മൂപ്പിക്കാം കേട്ടോ. മൂപ്പിച്ച് വറുത്ത് വെച്ച തേങ്ങയെല്ലാം തണുത്തു. ഇനി അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരക്കാനുള്ള അരപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇത് നമ്മൾ അരച്ചെടുക്കാം. വെട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ പിന്നെ കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു, മുരിങ്ങയ്ക്ക, ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് അരിഞ്ഞതുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് അരച്ചത് ഇടാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു. നമ്മളത് വേഗം വെക്കുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ഇടാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് വേകാനായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇത് വെന്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ചേരുവ ചേർക്കാം. നമ്മൾ ചക്കക്കുരു, മുരിങ്ങയ്ക്കെല്ലാം വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആ കറി തിളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ചേരുവയും കൂടി ചേർക്കാനുണ്ട്. തക്കാളി മാങ്ങയും കൂടി അതിനകത്തിട്ട് ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഈ തക്കാളി മാങ്ങയും കൂടി ഇതിനകത്തൊന്ന് നല്ലപോലെ വെന്തിട്ട് നമുക്കിതിൻ്റെ താളിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് കടുക്. അതെ, കടുക് നന്നായിട്ട് പൊട്ടി. കുറച്ച് കറിവേപ്പില, കുറച്ച് മുളക് പൊടി. എന്നിട്ട് നമ്മൾ തീ ഓഫാക്കുക. ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്താ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതേ കണ്ടോ, നല്ലൊരു കടുക് താളിച്ചപ്പോഴത്തേക്ക് നല്ലൊരു മണം വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ, ചക്കക്കുരു, മുരിങ്ങക്കായ, തക്കാളി, മാങ്ങ വറുത്തരച്ചത് അല്ലെങ്കിൽ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കുറ്റമുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതറിയിക്കുക. ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പല സൈസ് വെക്കാം. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ട് വെച്ചാണ്. പിന്നെ നല്ല വലിയ മീനൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു രീതിക്ക് വെക്കാം. അപ്പം എല്ലാവരെയും ഊണ് കഴിക്കാൻ, ചക്കക്കുരു, ചെമ്മീൻ, മുരിങ്ങയ്ക്കായും കൂട്ടി ഊണ് കഴിക്കാൻ എല്ലാവരെയും ഞാൻ വിളിക്കുന്നു. കഴിച്ചവരുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഓക്കെ, ബൈ, താങ്ക് യു.